എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പിന്റെ സമഗ്ര പദ്ധതി വയോരക്ഷ. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പിന്റെ സമഗ്ര പദ്ധതിയാണ് വയോരക്ഷ പദ്ധതി. അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയായിരുന്നത് കൊച്ചി. 2025 അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയായിരുന്നത് കൊച്ചിയായിരുന്നു. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 17ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ ഭാഗമായി ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്രകാരൻ രാകേഷ് ശർമ്മ. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 17ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയുടെ ഭാഗമായി ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്രകാരനാണ് രാകേഷ് ശർമ്മ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യ ശേഖരണത്തിനായുള്ള ആപ്ലിക്കേഷൻ ഹരിതമിത്രം 2.0. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യ ശേഖരണത്തിനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം 2.0. മാതാപിതാക്കൾ പുനർവിവാഹിതരാകുമ്പോൾ ആദ്യ വിവാഹത്തിലെ കുട്ടികൾ അവഗണിക്കപ്പെടുന്നതും അതിക്രമത്തിന് ഇരയാകുന്നതും തടയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സുരക്ഷാമിത്രം. മാതാപിതാക്കൾ പുനർവിവാഹിതരാകുമ്പോൾ ആദ്യ വിവാഹത്തിലെ കുട്ടികൾ അവഗണിക്കപ്പെടുന്നതും അതിക്രമത്തിന് ഇരയാകുന്നതും തടയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്രം പദ്ധതി. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയിലും വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി നിയമിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയിലും വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി നിയമിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയയാണ്. ലോകത്തിലാദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായത് ബീജിംഗ്. ചൈനയിലെ ബീജിംഗ് ആയിരുന്നു ലോകത്തിലാദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന് വേദിയായത്. ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 ലോക്സഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 20. ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 ലോക്സഭ പാസാക്കിയ തീയതി 2025 ഓഗസ്റ്റ് 20. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന് വേദിയായത് കൊച്ചി. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിന്റെ വേദിയായിരുന്നത് കൊച്ചിയാണ്. ബാലഗോകുലം ബാലസംസ്കാര കേന്ദ്രം ഏർപ്പെടുത്തിയ ജന്മാഷ്ടമി പുരസ്കാരം 2025 നേടിയത് C. രാധാകൃഷ്ണൻ. ബാലഗോകുലം ബാലസംസ്കാര കേന്ദ്രം ഏർപ്പെടുത്തിയ ജന്മാഷ്ടമി പുരസ്കാരം 2025 നേടിയത് C. രാധാകൃഷ്ണനാണ്. രാജ്യത്താദ്യത്തെ സമ്പൂർണ്ണ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത പഞ്ചായത്ത് കാട്ടാക്കട. തിരുവനന്തപുരത്തെ കാട്ടാക്കട പഞ്ചായത്താണ് രാജ്യത്താദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത്. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കുമ്പിച്ചൽ കടവ് പാലമാണ് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം. 2035 പൂർണ്ണ സജ്ജമാക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS. 2035 പൂർണ്ണ സജ്ജമാക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഈയിടെ
116-ാം ജന്മദിനം ആഘോഷിക്കുകയും നിലവിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ബഹുമതി നേടുകയും ചെയ്ത ബ്രിട്ടീഷ് വനിത എഥൽ കാറ്റർഹാം. ഈയിടെ 116-ാം ജന്മദിനം ആഘോഷിക്കുകയും നിലവിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ബഹുമതി നേടുകയും ചെയ്ത ബ്രിട്ടീഷ് വനിതയാണ് എഥൽ കാറ്റർഹാം. റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇന്ദ്രനിൽ ഭട്ടാചാര്യ. റിസർവ് ബാങ്കിന്റെ പണനയ സമിതി മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇന്ദ്രനിൽ ഭട്ടാചാര്യയാണ്. അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജിപിടിയുടെ സ്രഷ്ടാക്കളുമായ ഓപ്പൺ AI ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യത്തെ ഓഫീസ് തുറക്കാൻ പോകുന്നത് ന്യൂഡൽഹി. അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജിപിടിയുടെ സ്രഷ്ടാക്കളുമായ ഓപ്പൺ AI ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യത്തെ ഓഫീസ് തുറക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് യുണീക്ക് ഡിസബിലിറ്റി ID UDID രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കോഴിക്കോട്. സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന അമീബ വകഭേദം നെഗ്ലേറിയ ഫൗലേറി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന അമീബ വകഭേദമാണ് നെഗ്ലേറിയ ഫൗലേറി. പ്രൊജക്ട് 75 ഇന്ത്യ സംരംഭത്തിന് കീഴിൽ 70,000 കോടി രൂപ ചെലവിൽ 6 പുതിയ തലമുറ അന്തർവാഹിനികൾ വാങ്ങുന്നതിനുള്ള അംഗീകാരം നൽകിയത് ഏത് രാജ്യവുമായുള്ള സഹകരണത്തോടെയാണ്? ജർമ്മനി. പ്രൊജക്ട് 75 ഇന്ത്യ സംരംഭത്തിന് കീഴിൽ 70,000 കോടി രൂപ ചെലവിൽ 6 പുതിയ തലമുറ അന്തർവാഹിനികൾ വാങ്ങുന്നതിനുള്ള അംഗീകാരം നൽകിയത് ജർമ്മനിയുമായുള്ള സഹകരണത്തിനാണ്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. ചെന്നൈയിൽ നടന്ന 64-ാമത് ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരം M ശ്രീശങ്കർ. ചെന്നൈയിൽ നടന്ന 64-ാമത് ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരമാണ് M ശ്രീശങ്കർ. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര് പരശുരാമപുരി. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേരാണ് പരശുരാമപുരി. 2025-ലെ IMD വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 41. 2025-ലെ IMD വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 41. ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കുന്നതിനായി നാസയും IBMഉം സഹകരിച്ച് പുറത്തിറക്കിയ AI മോഡലിന്റെ പേര് സൂര്യ. ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കുന്നതിനായി നാസയും IBMഉം സഹകരിച്ച് പുറത്തിറക്കിയ AI മോഡലാണ് സൂര്യ. ഇന്ത്യ തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി സഹകരിക്കുന്ന ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനി സഫ്രാൻ. ഇന്ത്യ തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി സഹകരിക്കുന്ന ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയാണ് സഫ്രാൻ. 2025-ലെ ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഗോവ. 2025-ലെ ഫിഡെ ചെസ് ലോകകപ്പ് വേദി ഗോവയാണ്. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ്. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ്. സമുദ്രയാൻ പദ്ധതിയിലെ മത്സ്യ 6000 സബ്മെഴ്സിബിളിന്റെ സാങ്കേതിക വികസനത്തിൽ പങ്കാളിയായ മലയാളി ശാസ്ത്രജ്ഞൻ G ഹരികൃഷ്ണൻ. സമുദ്രയാൻ പദ്ധതിയിലെ മത്സ്യ 6000 സബ്മെഴ്സിബിളിന്റെ സാങ്കേതിക വികസനത്തിൽ പങ്കാളിയായ മലയാളി ശാസ്ത്രജ്ഞനാണ് G ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോംബാറ്റ് ഡ്രോൺ കാലഭൈരവ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ AI അധിഷ്ഠിത
മെയിൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാറ്റ് ഡ്രോൺ ആണ് കാലഭൈരവ. ഇന്ത്യയിൽ ആദ്യത്തെ ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിക്കുന്ന ഗുജറാത്തിലെ തുറമുഖം ദീൻ ദയാൽ തുറമുഖം. കാണ്ഡല തുറമുഖം എന്നും അറിയപ്പെടുന്ന ദീൻ ദയാൽ തുറമുഖമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിക്കുന്ന ഗുജറാത്തിലെ തുറമുഖം. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് അഷ്ടമുടി കായലിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ബോട്ട് സർവീസിന്റെ പേര് സി അഷ്ടമുടി. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് അഷ്ടമുടി കായലിലെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ബോട്ട് സർവീസിന്റെ പേരാണ് സി അഷ്ടമുടി. പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ഓവർ ദി ടോപ്പ് OTT പ്ലാറ്റ്ഫോമിന്റെ പേര് വേവ്സ്. പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോമാണ് വേവ്സ്. ലോകത്തിലാദ്യത്തെ AI പവേർഡ് ബാങ്കായ RYT റൈറ്റ് ബാങ്ക് ആരംഭിച്ചത് മലേഷ്യ. ലോകത്തിലാദ്യത്തെ AI പവേർഡ് ബാങ്കായ RYT റൈറ്റ് ബാങ്ക് ആരംഭിച്ചത് മലേഷ്യയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ചത് ശ്രീനഗറിലെ ദാൽ തടാകം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ചത് ശ്രീനഗറിലെ ദാൽ തടാകമാണ്. ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന വിഭാഗത്തിൽ തായ്ലൻഡ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 2025 ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസം. ഏറ്റവും ആകർഷകമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന വിഭാഗത്തിൽ തായ്ലൻഡിലെ PATA പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 2025 ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസമാണ്. കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ K സോമപ്രസാദ്. കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ അധ്യക്ഷനാണ് K സോമപ്രസാദ്. പ്രഥമ അന്താരാഷ്ട്ര പാലി സമ്മേളനം നടന്നത് ശ്രീലങ്ക. പ്രഥമ അന്താരാഷ്ട്ര പാലി ഭാഷാ സമ്മേളനം നടന്നത് ശ്രീലങ്കയിലാണ്. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡലിന്റെ പേര് അറോറ. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡലിന്റെ പേര് അറോറ. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് AIBDയുടെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയാണ്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്കിന്റെ 2025 Q2 റിപ്പോർട്ട് പ്രകാരം ഭവന വില വർധനവിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ നഗരം ബംഗളൂരു. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്കിന്റെ 2025 Q2 റിപ്പോർട്ട് പ്രകാരം ഭവന വില വർധനവിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ നഗരമാണ് ബംഗളൂരു. ദക്ഷിണ കൊറിയയിലെ സോൾ ആണ് 1ാം സ്ഥാനത്ത്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ BFIയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് സിംഗ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് സിംഗ് ആണ്. വായന കുറവായതിനാൽ പുസ്തകങ്ങൾക്ക് മേലുള്ള നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക്. വായന കുറവായതിനാൽ പുസ്തകങ്ങൾക്ക് മേലുള്ള നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മധ്യപ്രദേശ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മധ്യപ്രദേശാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റ് താരം അനിമേഷ് കുജൂർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റ് താരമാണ് അനിമേഷ് കുജൂർ. കേരള സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോം സമൃദ്ധ. കേരള സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ സമഗ്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സമൃദ്ധ. ചൈനയിൽ അടുത്തിടെ നിർമ്മിച്ച നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം
ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം. ചൈനയിൽ അടുത്തിടെ നിർമ്മിച്ച നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമാണ് ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് വിയ്യപുരം ചുണ്ടൻ. കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടനാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്. 67ാമത് റമൺ മാഗ്സസെ അവാർഡിന് അർഹമായ ആദ്യ ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ്. 67ാമത് റമൺ മാഗ്സസെ അവാർഡിന് അർഹമായ ആദ്യ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട 2024-25 വർഷത്തെ UDISE+ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ടിൽ വിവിധ വിദ്യാഭ്യാസ സൂചികകളിൽ മുൻപന്തിയിലെത്തിയത് കേരളം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട 2024-25 വർഷത്തെ UDISE+ റിപ്പോർട്ടിൽ വിവിധ വിദ്യാഭ്യാസ സൂചികകളിൽ മുൻപന്തിയിലെത്തിയത് കേരളമാണ്. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാഗരമിത്ര. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ നിയമിച്ച താൽക്കാലിക ജീവനക്കാർ അറിയപ്പെടുന്ന പേരാണ് സാഗരമിത്ര. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.